വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സർ. ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സർ. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ ഈ പാതിവില തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ സംസ്ഥാനത്ത് പോലീസിൻ്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ഇത് ആവർത്തിച്ച് വരുന്നൊരു സംശയമാണ്. ഇതിൻ്റെ വൈപുല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത്. പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം, ഒരു വ്യക്തി, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എൻ്റെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ അവർക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. നടപടിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടക്കണ്ടേ. നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയുണ്ടെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവെ ഉണ്ടാകുന്നുണ്ട്. ശ്രീ GS ജയലാൽ. സർ, ഈ ലാഭം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല സർ, ഈ ചാരിറ്റിയുടെ ഒരു മറവിൽ വലിയ ചാരിറ്റി ചെയ്യുന്ന രീതിയിലുള്ള ചില ഭൂമി വാങ്ങിക്കൊടുക്കാനുള്ള തട്ടിപ്പ്, ഇതുപോലെ ഈ പറഞ്ഞതുപോലെ തട്ടിപ്പുകൾ, അപ്പോൾ അത്തരത്തിലുള്ള ചില ചിന്തകൾ കൂടി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? നടപടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട CM. സർ, ചാരിറ്റി വർക്ക് നല്ലതുപോലെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ മഹാഭൂരിഭാഗവും നല്ല സൗദ്ദേശത്തോടെ, നല്ല അർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇമാതിരി കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കാം.